ഇപ്പം ഇതുള്ളതെന്ന് പറയുന്നത് നമ്മുടെ പൂജയുടെ ഫാദറാണ്. ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. ഇവരെത്തിയിട്ടുള്ള 29-ാം തീയതിയാണ് എത്തിയിരുന്നത്. നമ്മുടെ ഈ രണ്ടുപേരും സ്റ്റുഡൻസ് രണ്ടുപേരും എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-നാണ് എത്തിയത്. ഓക്കെ, അതിനുശേഷം പിന്നെ 4 days കഴിഞ്ഞതിന് ശേഷമാണ് പാരൻസ് എത്തുന്നത്. ബിക്കോസ് 25th ഫ്ലൈറ്റിനകത്ത് നമുക്ക് സ്റ്റുഡൻസിനെ മാത്രമാണ് നമ്മൾ ഒക്കുപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവരെത്തിയിട്ട് കറൻ്റ് 4 days ആയി. അതിനുശേഷം ഇന്നാണ് ക്യാമ്പസ് കാണാൻ വരുന്നത്. ക്യാമ്പസ് കണ്ടതിന് ശേഷം ക്യാമ്പസ് എങ്ങനെ ഉണ്ട് എന്നൊന്നും സാറിനോട് ചോദിച്ചറിയാൻ വേണ്ടിയാണ്. സാറ് പഴയൊരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം കറൻ്റ് സാർ ഇപ്പോൾ ഇന്ത്യൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സാറിൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. ഇപ്പം സാറിൻ്റെ വൈഫുണ്ട്, മാഡം ഹയർ സെക്കൻഡറി ടീച്ചറാണ്. നമുക്ക് എന്തായാലും സാറിനോട് എങ്ങനെയാണ് എന്നുള്ളൊരു ഒപ്പീനിയൻ ഒന്ന് ചോദിക്കാം. സാർ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പിന്നെ ക്യാമ്പസ് കണ്ടതിന് ശേഷം? 21 കൊല്ലം എയർഫോഴ്സിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതും മെഡിക്കൽ ഫീൽഡിൽ തന്നെ ആയിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇതുപോലൊരു 5 star അല്ല, ഒരു 7 star ഇൻഫ്രാസ്ട്രക്ചറും നീറ്റ്നെസ്സും ഉള്ളൊരു മെഡിക്കൽ കോളേജ് ഞാൻ കണ്ടിട്ടില്ല ഇന്നേവരെ. തന്നെയല്ല, ഒരു ക്ലാസ്സിൽ 15 കുട്ടികൾ. അത് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനേ ഒക്കില്ല, എവിടെയും ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടിലൊരു ഹയർ സെക്കൻഡറി ആയാൽ പോലും ഇപ്പോൾ 40 അല്ലെങ്കിൽ 45:1 ആണ് ഒരു ടീച്ചറിൻ്റെ ഇതുള്ളത്. അപ്പോൾ മേലേക്ക് പോകുന്നതോറും ഇത്രയും കുറഞ്ഞ് 15 പേർക്കൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഞങ്ങൾ ക്ലാസ് മുറികൾ കയറി കണ്ടു. തിയറി ക്ലാസ്സിൽ അതിനോടനുബന്ധിച്ചുള്ള എല്ലാവിധ പ്രാക്ടിക്കൽ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത്രയും നല്ലതായിട്ട് നമ്മൾ നേരത്തെ സാറിൻ്റെ പല വീഡിയോകളും കണ്ടിരുന്നു, യൂട്യൂബിലും കണ്ടു. പക്ഷേ ഇത്ര നല്ലതായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നേരിൽ കണ്ടു വളരെ സന്തോഷം.